Hi everyone, this is Evinsay from Evika and finally Apple iOS 26.3-ന്റെ ഒരു പുതിയ ബീറ്റ റിലീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ബീറ്റ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ആപ്പിൾ ടെസ്റ്റിന് റിലീസ് ചെയ്യുന്നത്. iOS 26.3a എന്ന പേരിലാണ് ഈ ഒരു അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഐപാഡിനും ഇതേ സെയിം സെക്യൂരിറ്റി അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊണ്ട് ആപ്പിൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ആപ്പിൾ ടെസ്റ്റിനായിട്ട് ഡെവലപ്പേഴ്സിനും പബ്ലിക് ബീറ്റ ടെസ്റ്റേഴ്സിനും കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ വാൾപേപ്പേഴ്സും ലീക്സും റൂമേഴ്സും അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ജെബിൻ സേവ്യ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഇതാണ് iOS 26.3-ൻ്റെ ഒരു എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് വന്ന ഒരു റാപ്പിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നുള്ള പേരിൻ്റെ ഒരു വേറെ പുതിയ വേർഷനാണ് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് സൈസോ ബാക്കി ഒരു കാര്യങ്ങളോ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് കറക്റ്റായിട്ട് എവിടെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? പൊതുവെ സെറ്റിങ്സിൽ നമുക്ക് നേരെ ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ് എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും പൊതുവെ ആപ്പിൾ കൊണ്ടുവരാറ്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കാണില്ല. നേരെ ബാക്കിലേക്ക് പോയി യൂഷ്വലി നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തായിരിക്കും, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ക്ലിക്ക് ചെയ്യുക, താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് iOS 26.3-ൻ്റെ എന്ന് പറഞ്ഞ പുതിയ പേരിൽ വരുന്ന സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഈ ഒരു ഫയലിന് സൈസോ ബാക്കി കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എത്ര GB ആണെന്ന് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലത്ത് പറയുന്നത് 8 GB ആണെന്നാണ്, ചില ആൾക്കാർ പറയുന്നത് 6 GB വരെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. വിത്തിൻ എ സ്പാൻ ഓഫ് 2 minutes നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും ഇൻസ്റ്റാൾ ആവും. ഈ ഒരു അപ്ഡേറ്റിനും പുതിയ ഒരു ബിൽഡ് നമ്പർ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റിങ്സിലേക്ക് പോകാം, നേരെ സ്ക്രോൾ ചെയ്ത് ജനറൽ ഓപ്ഷൻ എബോർഡ്സ്, അവിടെ iOS വേർഷൻ കാണുമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് iOS വേർഷൻ എന്ന് പറയുന്ന നമ്മുടെ 26.3-ൻ്റെ ബിൽഡ് നമ്പറും, താഴത്ത് ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന iOS 26.3a-ൻ്റെ ഒരു ബിൽഡ് നമ്പർ. ഇത് 23D770890B എന്ന പേരിലാണ് ഈ ഒരു സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഫുൾ കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ബിൽഡിൽ നമുക്ക് യാതൊരു മേജർ ചേഞ്ചസും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വാൾപേപ്പറിൽ വന്നിരിക്കുന്നതാണ്. നേരെ വാൾപേപ്പർ എടുക്കാം, ആഡ് ന്യൂ വാൾപേപ്പർ കൊടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വെതറും ആസ്ട്രോണമിയും 2 കാറ്റഗറി ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. പണ്ട് ആസ്ട്രോണമി ആൻഡ് വെതർ എന്ന ഒറ്റ കാറ്റഗറി ആയിരുന്നെങ്കിൽ ഇവിടെ അത് 2 കാറ്റഗറി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മേ ബി ഫ്യൂച്ചറിൽ ആപ്പിൾ വെതർ അല്ലെങ്കിൽ ആസ്ട്രോണമിക്ക് പുതിയ വാൾപേപ്പേഴ്സോ അല്ലെങ്കിൽ അതിന് പറ്റിയ കുറേയധികം കാര്യങ്ങളോ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഈ ഒരു ചേഞ്ച് ആപ്പിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തൊരു കംപ്ലൈൻ്റ് ആയിരുന്നു വാൾപേപ്പർ വരുന്ന ഒരു ഡിമ്മിങ് ബഗ് എന്ന് പറയുന്നത്. നേരെ വാൾപേപ്പർ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കുറേയധികം ആൾക്കാർക്ക് വാൾപേപ്പർ സാച്ചുറേറ്റഡ് ആയി പോകുന്ന ഒരു ഇഷ്യൂ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ iOS 26.3-ൻ്റെ ഈ ഒരു ബീറ്റയിൽ എനിക്ക് അങ്ങനെ ഒരു വാൾപേപ്പർ സാച്ചുറേഷൻ ആവുന്ന ബഗ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബഗ് iOS 26.3-ൻ്റെ ബീറ്റയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പുതിയ വേർഷൻ എന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മിക്കവാറും iOS 26.2.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷൻ, ഒരു ബഗ് ഫിക്സ് അപ്ഡേഷൻ ഈ ഒരു വീക്കിൽ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ iOS 26.3-ൻ്റെ പുതിയ ബീറ്റ ഈ ഒരു വീക്കിലായിരിക്കും റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. ഒരു 80% ഈ ഒരു വീക്കിലാണ് റിലീസ് ചെയ്യാനുള്ള ചാൻസ്. ബാക്കിയുള്ള 20% അടുത്ത നെക്സ്റ്റ് വീക്കിൽ റിലീസ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൻ്റെ കൂടെ തന്നെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ബാറ്ററി ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലാസ്റ്റ് ഞാൻ ചാർജ് ചെയ്തത് 90% ആണ്. 26 മിനിറ്റ് മുമ്പ്. ഇപ്പോഴും ആ ഒരു 90% റിട്ടേൺ ചെയ്യുന്നുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് സർവീസാണ് കാണിച്ചിരുന്നത്. ഏകദേശം 73% എൻ്റെ ബാറ്ററി മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാലും 20 മിനിറ്റ്സ് ഈ പറഞ്ഞ 26 മിനിറ്റ്സ് ഈ 90% റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ഡിവൈസ് ഒരു സെക്കൻഡറി ഡിവൈസ് ആയതുകൊണ്ട് ആ ഒരു ബാറ്ററി കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബാറ്ററി യൂസേജ് നോക്കുമ്പോൾ
യൂട്യൂബ് മ്യൂസിക്, കലണ്ടർ, ഫൈൻ മൈ എന്നീ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും എൻ്റെ ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. തേർമൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തേർമൽ മാനേജ്മെൻ്റ് ആണ് ഇത് അപ്ഡേറ്റ് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നത്. യാതൊരു മേജർ ചേഞ്ചസും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ഒരു തേർമൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ തേർമൽ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യാത്ത. പെർഫോമൻസ് ആസ് സച്ച് നല്ല സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് വേറെ ക്ലട്ടറിങ്ങോ മൈക്രോ സ്റ്റാർട്ടേഴ്സോ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ചില സമയത്ത് മാത്രം നോട്ടിഫിക്കേഷൻസ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.3ൻ്റെ എ എന്ന് പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ആപ്പിളിലെ കുറേ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സജഷൻസും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ടും അവർക്ക് അപ് ടു ഡേറ്റ് ആണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം നമുക്ക് 1 മില്യണെങ്കിലും ഹിറ്റ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. കാരണം അടിപൊളിയായ കാര്യമാണ് അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ signing from Evika.